കാട്ടാക്കടയിലെ വിവിധ പ്രദേശങ്ങളിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ തകർന്നിട്ട് മാസങ്ങളായി. പല ബസ് സ്റ്റോപ്പുകളിലും മേൽക്കൂര നിലംപൊത്തി. സ്കൂൾ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആശ്രയിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നവീകരിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. കാട്ടാക്കട ചാരുപാറ സ്കൂളിന് സമീപമുള്ള വെയിറ്റിംഗ് ഷെഡാണിത്. ആമച്ചൽ ജംഗ്ഷനിലെ വെയിറ്റിംഗ് ഷെഡാണ് ഈ കാണുന്നത്. ഈ അവസ്ഥയിലാണ് മണ്ഡലത്തിലെ പല ബസ് സ്റ്റോപ്പുകളും. മേൽക്കൂര നിലംപൊത്തി, ചിലത് ഏത് നിമിഷവും വീഴുമെന്ന അവസ്ഥയിൽ. ഇത് കാരണം ബുദ്ധിമുട്ടുന്നത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള സാധാരണക്കാരാണ്. കഴിഞ്ഞ കാലവർഷക്കാലത്തുണ്ടായ ശക്തമായ കാറ്റിലാണ് ഇവയൊക്കെ നിലംപൊത്തിയത്. ഇത് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമുന്നയിച്ച് നിരവധി തവണ നാട്ടുകാർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇത് രാത്രിയിലാണ് ഇത് തട്ടിമറിച്ചിട്ട് ഒരവസ്ഥയിൽ ഇത് കാണുന്നത്. ഇതുവരെയായിട്ട് ഇത് ഒരു അധികാരികളോ ആരും തന്നെ ഇതിനെ ഒന്ന് തിരിഞ്ഞു നോക്കുകയോ ഇതെന്താണ് സംഭവിച്ചെന്നോ ഇതുവരെ ഒരുത്തരും തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് നമുക്കിത് ഒരു പൂർണ്ണമായി ആൾക്കാർക്ക് ഒരു ഉപയോഗമായി തീരാൻ അതിന് വേണ്ടുന്ന നടപടി അധികാരികളും പഞ്ചായത്തുമായിട്ട് എടുക്കണം എന്ന് നമ്മൾ താഴ്മയായി പറയുകയാണ്. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് 18 കാട്ടാക്കട. പാലക്കാട് പട്ടാമ്പിയിൽ പാതയോരത്ത് വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ. പട്ടാമ്പി നഗരത്തിലെ ബൈപ്പാസ് റോഡിലാണ് സംഭവം. മാലിന്യം തള്ളി 3 ദിവസമായിട്ടും നഗരസഭയുടെ ഭാഗത്തു നിന്നും ബ്ലീച്ചിംഗ് പൗഡർ ഇട്ടതല്ലാതെ മറ്റൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുയരുന്നു. പാലക്കാട് പട്ടാമ്പി പുലാമന്തോൾ റോഡിൽ നിന്നും വടക്കുമുറിയിലേക്കുള്ള ബൈപ്പാസ് റോഡ് അരികിലാണ് കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. ബൈപ്പാസ് റോഡിൽ ഫിഷ് മാർക്കറ്റിന് പുറകുവശത്തായാണ് റോഡരികിൽ വലിയ തോതിൽ വാഹനത്തിൽ കൊണ്ടുവന്ന കക്കൂസ് മാലിന്യം ഒഴുക്കിവിട്ടത്. യാത്രയ്ക്കും പ്രഭാത സവാരിക്കുമൊക്കെ നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന വഴിയിലാണ് സാമൂഹ്യ വിരുദ്ധർ ഇത്തരത്തിൽ ജനദ്രോഹ പ്രവർത്തനം നടത്തിയത്. മീറ്ററുകൾക്കപ്പുറം ജനവാസ മേഖലയാണ്. 3 ദിവസം മുൻപാണ് മാലിന്യം തള്ളിയതെന്നാണ് ലഭിക്കുന്ന വിവരം. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ബന്ധപ്പെട്ട അധികൃതരെ വിവരം അറിയിച്ചു. എന്നാൽ മാലിന്യത്തിന് മുകളിൽ ബ്ലീച്ചിംഗ് പൗഡർ വിതറിയതല്ലാതെ മാലിന്യം നീക്കാനോ മറ്റോ ഉള്ള നടപടികൾ സ്വീകരിച്ചില്ലെന്ന് BJP പ്രവർത്തകർ ആരോപിച്ചു. പട്ടാമ്പി നഗരസഭയിലെ മാർക്കറ്റിന് പുറകുവശത്തുള്ള ബൈപ്പാസിൽ കക്കൂസ് മാലിന്യം തള്ളിയിട്ട് 3 ദിവസങ്ങളായി. ആരോഗ്യ വിഭാഗമോ ഒന്നും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ആ പ്രദേശത്ത് വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. ബൈപ്പാസിൻ്റെ ചുറ്റുവട്ടം ചെറിയ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ്. അതിന് പുറമെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആൾപ്പാർപ്പുള്ള വീടുകളുള്ള സ്ഥലം കൂടിയാണ്. ഇത് ക്യാമറ വെച്ച ആളെ പിടിക്കാനോ മുനിസിപ്പാലിറ്റി ഇതുവരെ തയ്യാറായിട്ടില്ല. ഇത് സത്യമായ നടപടി എടുത്തില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരം നടത്താൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. രാത്രിയായാൽ ബൈപ്പാസ് റോഡ് ഇരുട്ടിലാണ്. വഴിവിളക്കുകളില്ലാത്തത് മാലിന്യം തള്ളാനെത്തുന്നവർക്ക് സൗകര്യമാണ്. വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതിനൊപ്പം നിരീക്ഷണ ക്യാമറകൾ കൂടി സ്ഥാപിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് 18 പട്ടാമ്പി.